2020 ക്രിക്കറ്റിൽ ചരിത്രം രചിച്ച് ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ ആ ചരിത്രം രചിക്കാൻ ഭാഗഭാഗമായത് നമ്മുടെ കേരളത്തിൻ്റെ സഞ്ജു സാംസണാണ്. വിഴിഞ്ഞംകാരൻ തുടർച്ചയായിട്ട് 3 50s അടിച്ചെടുത്തു വേൾഡ് കപ്പിൽ അവസാനത്തെ 3 കളികളിലും. അപ്പോൾ 50s എന്ന് പറഞ്ഞാൽ അത് വെറും 50 ഒന്നും അല്ല. ഒരു വെസ്റ്റ് ഇൻഡീസിനോടുള്ള കളി ജയിച്ചാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനെ വിറപ്പിച്ചിട്ട് 97 റൺസിൽ പുറത്താകാതെ നിന്നാണ് അദ്ദേഹം 97 റൺസോടുകൂടി കളി ജയിപ്പിച്ചത്. അത് വെറും 50 പന്തുകളിൽ. അത് കഴിഞ്ഞ് രണ്ട് കളികളിലും 89 റൺസ് വീതം. അതായത് ഇംഗ്ലണ്ടിനോടെടുത്തത് 42 ബാളുകളിൽ 89 റൺസാണ്. അതേപോലെ തന്നെ ഫൈനലിൽ ന്യൂസിലൻഡിനെ അവിടെ എടുത്തത് അത് 46 പന്തുകളിൽ 89 റൺസാണ്. അപ്പോൾ ഒരു വലിയ റെക്കോർഡാണ് ഇത് സാധിച്ചേക്കുന്നത്. കാരണം 2 കളിക്കാർ മാത്രമേ ഈ തുടർച്ചയായിട്ട് വേൾഡ് കപ്പിൽ T20 വേൾഡ് കപ്പിൽ 3 പ്രാവശ്യം 50 തുടർച്ചയായിട്ട് എടുത്തേക്കുന്ന രണ്ടാമത്തെ പ്ലെയറാണ് ഈ സഞ്ജു. അതേപോലെ തന്നെ സെമി ഫൈനലിലും ഫൈനലിലും ഇതുപോലെ തന്നെ 50s അടിച്ചെടുക്കുന്നത് 2 പേരാണ്. അതൊന്ന് സഞ്ജുവും അതിന് തൊട്ട് മുമ്പ് വിരാട് കോഹ്ലിയുമാണ്. അപ്പോൾ ഈ റെക്കോർഡുകളുടെ ഒരു കൂമ്പാരമാണ്. മാത്രമല്ല, മൊത്തം വേൾഡ് കപ്പിൽ വെറും 5 കളികളിലേ സഞ്ജുവിന് കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. സഞ്ജു അടിച്ചെടുത്ത 321 റൺസാണ്. അത് ഏറ്റവും കൂടുതൽ റൺസ് വേൾഡ് കപ്പിൽ എടുത്തേക്കുന്ന ആളെന്നുള്ള ഖ്യാതിയും സഞ്ജുവിനെ കിട്ടി. 5 കളികളെ കളിച്ചുള്ളൂ. വിരാട് കോഹ്ലി ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ റെക്കോർഡ് മറികടന്നു സഞ്ജു. അതുകൂടാതെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ വായിച്ചത് വേൾഡ് കപ്പിൽ അത് റെക്കോർഡാണ് സഞ്ജുവിന്. 24 സിക്സറാണ് അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ഒരാളായിട്ട് നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ നമ്മുടെയൊക്കെ അഭിമാന പാത്രമായിട്ട് മാറി. സഞ്ജുവിന് വിജയത്തിലൊന്നും മതിമറക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. ഇന്നലെ ആ കളി കണ്ടാൽ അറിയാം നമുക്ക്. ആദ്യം തന്നെ കളി അങ്ങോട്ട് തുടങ്ങി. രണ്ടാമത്തെ ഓവറിൽ തന്നെ സഞ്ജു ഫേസ് ചെയ്യുന്ന ആദ്യ പന്തുകൾ, ഒരു 4 പന്തുകൾ ഫേസ് ചെയ്തിട്ട് ഒന്നുമില്ല, അനങ്ങാതെ തട്ടിയിട്ടിട്ട് നോക്കി ആ പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയെടുക്കാനാണ് അത് ചെയ്തത്. എന്നിട്ട് അടുത്തത് അടിച്ചതൊക്കെ ഒരു നല്ല കൂറ്റൻ സിക്സറാണ്. പിന്നെ 1 അങ്ങനെ 7 റൺസാണ് ആ ഓവറിൽ എടുത്തത്. അഭിഷേകിന് ആദ്യത്തെ ഓവറിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അതായത് രണ്ടാമത്തെ ഓവറിൽ വന്നപ്പോൾ അതിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വളരെ ചെറിയ രീതിയിലാണ് പോയത്. 1-2 റൺസ് വീതം, ഓരോ റൺസ് വീതമൊക്കെ ഇവർ അങ്ങനെ എടുത്തിട്ടുണ്ട്. അടുത്ത ഓവർ വന്നപ്പോൾ ഫെർഗൂസൻ്റെ ഓവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് സഞ്ജുവും അത് അഭിഷേക് ശർമ്മ ഒരു സിക്സറും ഒരു 4ഉം അടിച്ചു അതിനകത്ത്. അതേപോലെ സഞ്ജുവും ഒരു സിക്സറും ഒരു 4ഉം അടിച്ചു. അങ്ങനെയാണ് ഫെർഗൂസനെ വരവേറ്റത്. 24 റൺസാണ് ഓവറിൽ നിന്ന് രണ്ടുപേരോട് അടിച്ചെടുത്തത്. ഈ രീതിയിൽ കളി അങ്ങോട്ട് പോയി. റെക്കോർഡുകളുടെ പെരുമഴ. ഏറ്റവും കൂടുതൽ, അതായത് 92 റൺസാണ് 6 ഓവറിൽ, അതായത് ആദ്യത്തെ സൂപ്പർ ഓവറുകളെന്ന് നമ്മൾ അറിയുന്ന 6 ഓവറുകളിൽ ഇവർ രണ്ടുപേരോട് അടിച്ചെടുത്തത് 92 റൺസാണ്. അത് കഴിഞ്ഞ് വലിയ ആയുസ്സുണ്ടായില്ല അഭിഷേകിന്. മാത്രമല്ല, അഭിഷേക് ആദ്യം മുതലേ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചാൻസൊക്കെ കൊടുത്തു, എന്നിട്ടും അങ്ങനെ നിന്നു. അവസാനം ഒരു പന്ത് വളരെ ദൂരെ കൂടെ പോയി, ഒരു പന്ത് എത്തി അടിക്കാൻ പോയി, അതിൻ്റെ ബാറ്റിൻ്റെ അറ്റത്ത് കൊണ്ടിട്ട് അത് ക്യാച്ചായിട്ട് പോയി. വിക്കറ്റ് കീപ്പർ ക്യാച്ച് എടുത്തു. അപ്പോൾ അപ്പോൾ അതിന് മുമ്പ് ഈ ഓരോ സമയത്തും സഞ്ജു പോയി ഈ അഭിഷേക് ശർമ്മയ്ക്ക് നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന നമുക്ക് കാണാമായിരുന്നു. സഞ്ജുവിൻ്റെ ബലത്തിലാണ് അഭിഷേക് പിടിച്ചു നിന്നത്. വെറും പയ്യനല്ലേ, വളരെ ഒരു പാകത വന്നിട്ടില്ല, അതിൻ്റേതായ കുഴപ്പമുണ്ട്. ഇത് കിട്ടിയ അടിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും സഞ്ജു ഇന്നലെ അഭിഷേക് ശർമ്മ അതുപോലെ തന്നെ 52 റൺസ് എടുത്താണ് പുറത്തായത്. പുറത്തായി കഴിഞ്ഞപ്പോൾ ഇഷാൻ കിഷൻ വന്നു. ഇഷാൻ കിഷനുമായിട്ടുള്ള കൂട്ടുകെട്ടെന്ന് പറയുന്നത്
വളരെ വലിയൊരു കൂട്ടുകെട്ടാണ് ഉണ്ടായത്. അത് ഇവർ രണ്ടുപേരുടെ സഞ്ജു ഇഷാൻ കിഷനൂടെ 105 റൺസാണ് അടിച്ചെടുത്തത് 16-ാം ഓവർ വരെ. പിന്നെ 16-ാം ഓവർ തുടങ്ങി. 16-ാം ഓവർ തുടങ്ങിയപ്പോഴും 89 റൺസായ സഞ്ജു ഉണ്ടല്ലോ, നോക്കിയില്ല, അടിച്ചിട്ട് അസാധ്യമായ ഒരു ക്യാച്ചിലൂടെയാണ് സഞ്ജു ഔട്ടാവുന്നത്. കാരണം ബൗണ്ടറി ലൈനിൽ പോയി നിന്ന് പൊങ്ങിച്ചാടി ഒരാൾ ആ ബോൾ പിടിച്ചിട്ട് അത് മേലോട്ട് എറിഞ്ഞിട്ട് വെളിയിൽ പോകുന്നു. ആ ബോൾ മറ്റൊരാൾ പിടിച്ചെടുത്ത് ക്യാച്ചാകുന്നു. ഈ രീതിയിലാണ് സഞ്ജു ഔട്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഞ്ജു ഇങ്ങനെ 89-ലൊക്കെ ഇങ്ങനെ ഔട്ടാവുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സുനിൽ ഗവാസ്കർ, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിക്കറ്റർമാരിൽ ഒരാളായ സുനിൽ ഗവാസ്കർ പറഞ്ഞ ഒരു കാര്യമുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ നൊബിലിറ്റി, അതായത് മാന്യത, ആഢ്യത്വം വെളിവാക്കുന്നത് സഞ്ജുവിൻ്റെ. കാരണം സഞ്ജു കളിക്കുന്നത് സഞ്ജുവിന് വേണ്ടിയല്ല, ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ്. തട്ടിമുട്ടി നിന്നിരുന്നൊക്കെയുണ്ടല്ലോ. ഇപ്പോൾ 89, 90 ഒരു റൺ എടുത്തു, പിന്നെ എടുത്തു, അങ്ങനെ നിരങ്ങി വേണമെങ്കിൽ സഞ്ജുവിന് സെഞ്ചുറി വെപ്പിക്കാം. പക്ഷേ അങ്ങനെ നിരങ്ങിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയുക, അതിനിടയിൽ അടിക്കും, അത് വേറെ കാര്യം. സഞ്ജു അതങ്ങനെയല്ല, അതുവരെ കളിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ കളിച്ചുകൊണ്ടിരുന്നു. സഞ്ജു നോക്കിയില്ല, കാരണം സെഞ്ചുറിക്ക് വേണ്ടി നോക്കിയില്ല. സെഞ്ചുറിക്ക് നോക്കിയാൽ ഇന്നലെ സെഞ്ചുറി അടിക്കാമായിരുന്നു. പക്ഷേ സെഞ്ചുറി അടിക്കാൻ പോയി കഴിഞ്ഞാൽ സഞ്ജുവിനറിയാം ചിലപ്പോൾ അത് നഷ്ടത്തിൽ കലാശിക്കും. ടീമിന് വേണ്ടി കളിക്കുകയാണ്, ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ്, സഞ്ജുവിന് വേണ്ടി കളിക്കുകയല്ല എന്നൊരു താല്പര്യം ആ ചെറുപ്പക്കാരനുണ്ടായത് ആണ് അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിന് വലിയ കാരണം. സുനിൽ ഗവാസ്കർ പോലും അതിനെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞു. സഞ്ജുവിൻ്റെ അടുത്ത് അതുപോലെ ചോദിച്ചു. സഞ്ജുവിനെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റാണ് സഞ്ജു. യഥാർത്ഥം ഞാൻ വിചാരിച്ചു പ്ലെയർ ഓഫ് ദ മാച്ചും സഞ്ജു ആവും എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അത് ബുംറയ്ക്ക് കൊടുത്തതിൽ തെറ്റ് പറയാൻ പറ്റുന്നില്ല. കാരണം 4 വിക്കറ്റ് ബുംറ എടുത്തു. ആ 4 വിക്കറ്റ് എടുത്തതും വെറും 15 റൺസ് വഴങ്ങി മാത്രമാണ് 4 വിക്കറ്റ് എടുത്തത്. മാത്രമല്ല ടൂർണമെൻറ്റിൽ മൊത്തമായിട്ട് ഒരു കളി കളിച്ചില്ല ബുംറ. ആ ബുംറയ്ക്ക് പകരം ഒരു കളിയിൽ സിറാജ് അവിടെ വന്ന് 3 വിക്കറ്റ് എടുക്കുകയും ചെയ്തു ആ കളിയിൽ. ആ 8 കളിയിൽ നിന്ന് 14 വിക്കറ്റാണ് ബുംറ എടുത്തത്. അതേപോലെ തന്നെ ലോകോത്തര സ്പിന്നർ എന്നറിയപ്പെടുന്ന വരുൺ ചക്രവർത്തി, അദ്ദേഹം 9 കളികളിൽ നിന്ന് 14 വിക്കറ്റ് എടുത്തു. ഇന്നലെയും വിക്കറ്റ് കിട്ടി, പക്ഷേ അടി വാങ്ങിക്കൂട്ടി. കഴിഞ്ഞ ഒരു 2-3 കളികളിലായിട്ട് വരുണിന് ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് സിക്സറുകൾ അദ്ദേഹത്തിന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇന്നിപ്പോൾ ഉള്ള കളിക്കാരെല്ലാം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കും, അവർ ഇത് മുഴുവൻ, അതായത് ഇവർ കളിക്കുന്നത് എങ്ങനെയാണ്, ഇവർ എറിയുന്നത് ബൗൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നന്നായിട്ട് നോക്കി പഠിക്കും. അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, ഏത് വിധത്തിൽ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് നോക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പിന്നിന് മൂർച്ച കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ബുംറയെ സംബന്ധിച്ചിടത്തോളം ആ മൂർച്ചയൊന്നും കുറഞ്ഞിട്ടില്ല. 16-ാം ഓവർ ഒരുപാട് നഷ്ടങ്ങളുണ്ടാക്കി. ഇഷാൻ കിഷനും സഞ്ജു സാംസണും കളിച്ചുകൊണ്ടിരുന്നത് പോലെ അവരങ്ങോട്ട് തുടർന്ന് ബാക്കി 4 ഓവറൂടെ കളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, സ്കോർ 280-നുമൊക്കെ മേളിൽ പോയി നിൽക്കും. ചിലപ്പോൾ 300 പോലും കടക്കത്തില്ല, നമുക്ക് കടന്നേനെ എന്ന് വേണം നമുക്ക് പറയാൻ. ആ രീതിയിലായി. പക്ഷേ 16-ാം ഓവറിൽ ആദ്യം സഞ്ജു 89-ൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ടാകുന്നു. അതേ തുടർന്ന് തന്നെ ഇഷാൻ കിഷനും ഔട്ടാകുന്നു. അപ്പോൾ അതിന് പകരം സൂര്യകുമാർ ഇങ്ങോട്ട് വരുന്നു. സഞ്ജു പോയി കഴിഞ്ഞ ഉടനെ അതിന് പകരമായിട്ട് സൂര്യകുമാർ ഇറങ്ങുന്നു. സൂര്യകുമാർ ഒട്ടും ഫോമിലല്ല, ഒന്നിലും കളിക്കാറില്ല, ഈ അടുത്ത സമയത്തൊന്നും കളിക്കാറുമില്ല. അപ്പോൾ റൺസൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത്. ഏതോ 1-2 കളിയിൽ നേരത്തെ ഉള്ള കളിയിലൊക്കെ കളിച്ച് എങ്ങനെയോ ഒക്കെ തട്ടിമുട്ടി ജയിച്ചെന്നുള്ളതല്ലാതെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് സൂര്യകുമാർ വന്നതും പോയതും ഒരുപോലെയാണ്. കാരണം ആദ്യത്തെ ഗോൾഡൻ ഡക്കാണ്, ആദ്യത്തെ ബോളിൽ തന്നെ 0, ആ രീതിയിൽ പോയി. അപ്പം ഞാൻ ഓർക്കുന്നത്, യഥാർത്ഥത്തിൽ ന്യൂസിലൻഡിന് ഒരു അൺലക്കി ആയിട്ടുള്ള ഒരു ടീമാണ് അവർ. ന്യൂസിലൻഡ് വളരെ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ചൊക്കെ കയറി വന്നതാണ്. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ അവർ കയറാൻ തന്നെ ഒരു ഭാഗ്യം കൊണ്ട് കയറി എന്ന് വേണം നമുക്ക് പറയാൻ. റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കയറി വന്നതാണ് എത്തിപ്പോയത്, സെമി ഫൈനലിൽ അവർ ആയത്. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ന്യൂസിലൻഡ്
ഏഹ്, 2000 കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ വേൾഡ് കപ്പിൽ അതിൽ 2022 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയാണ് ന്യൂസിലൻഡിനെ തോൽപ്പിക്കുന്നത്. ഫൈനലിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ചാണ് ന്യൂസിലൻഡിന് കിട്ടാതായി. അന്ന് ഫൈനൽ വന്നതാണ്. ഇന്നലെ ഇന്ത്യയോട് തോൽവി ഏറ്റുവാങ്ങി. ഈ 2 കളികളിൽ 2 പ്രാവശ്യം അവർ ഫൈനൽ വന്നെങ്കിലും അവർക്ക് കപ്പ് കിട്ടാൻ ഇടയായില്ല. ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചതെന്ന് പറയുന്നത് 3ാമത് വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ള, അതായത് 2020 വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ഒരു ടീമും വേറെ ഇല്ല. ഇന്ത്യക്ക് നേരത്തെ 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് കൂടാതെ അതായത് ഒരു 2 പ്രാവശ്യം ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 3ാമത്തതാണ്. അതേപോലെ തന്നെ തുടർച്ചയായിട്ട്, അതായത് ഒരു വേൾഡ് കപ്പ് കയ്യിലുള്ള ടീം വീണ്ടും തുടർച്ചയായിട്ട് വേൾഡ് കപ്പ് നേടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ത്യ അതും ബ്രേക്ക് ചെയ്തു. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യക്കാണ് കപ്പ് കിട്ടിയത്. ഇപ്രാവശ്യവും ഇന്ത്യ അത് നേടിയെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ 8 ബൗണ്ടറികളും അതുപോലെ തന്നെ 5 സിക്സറുകളുമാണ് ഇന്നലെ പറന്നത്. അതായത് സൈഡ് ബെഞ്ചിൽ ഇരിക്കാൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ കളി പോലും കളിക്കാതെ സൈഡ് ബെഞ്ചിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട ഒരു കളിക്കാരനാണ്. വലിയ പ്രതിഭയായിട്ടും അവസരം കിട്ടിയില്ലെങ്കിൽ എന്താ കാര്യം? അവസരം കിട്ടിയാലല്ല ഒരാളുടെ പ്രതിഭ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അവസരം കൊടുത്തില്ല. പിന്നെ അത് സഞ്ജുവിനെ ഒരു ചുമ്മാ ഇങ്ങനെ തള്ളി ഇങ്ങനെ കളഞ്ഞിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു, അപ്പോൾ എല്ലാവർക്കും സമ്മാനം കളിക്കാർക്കൊക്കെ ഒരുപോലെ കിട്ടുന്നത്. അപ്പോൾ ആ തമാശയായിട്ട് ഒരാൾ പറഞ്ഞു, അല്ലെങ്കിലും നമ്മുടെ മലയാളികൾക്കൊരു ശീലമുണ്ട്, ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് ആണ് അവർ, അന്യസംസ്ഥാനക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചാണ് അവർ ജീവിക്കുന്നതെന്ന് ഇവിടെ എന്ന് സഞ്ജുവിനെ കളിയാക്കി പറയാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈ സൂപ്പർ 8 തുടങ്ങുന്നതിന് മുമ്പ് സൂര്യകുമാറിനോട് ഒരു ചോദ്യം ചോദിച്ചു. അതിനു മുമ്പ് നമീബിയക്കെതിരെ മാത്രമാണ് സഞ്ജുവിന് കളിക്കാനുള്ള അവസരം കൊടുത്തത്. നമീബിയക്കെതിരെ സഞ്ജു കളിച്ചത് അതും സിംബാബ്വേക്കെതിരെ. അതിൽ കളിച്ച് ആദ്യത്തെ കളിയിൽ 8 ബോളിൽ നിന്ന് 22 റൺസോടുകൂടി സഞ്ജു പുറത്തായി. അതുപോലെ രണ്ടാമത്തെ കളി സിംബാബ്വേക്കെതിരെയുള്ള കളിയിലും 15 ബോളിൽ നിന്ന് 24 റൺസ് എടുത്ത് സഞ്ജു പുറത്തായി. ഇതേപോലെ അടിച്ച് വെളിയിലാവുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല. നിന്നും കളിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ T20 അങ്ങനെ നിന്ന് കളിക്കാൻ പറ്റിയ ഒരു കളിയല്ല. നിന്ന് കളിക്കാൻ സഞ്ജുവിന് കഴിവുണ്ട് എന്നുള്ളത് കാണിച്ചു ഇന്നലെ. അപ്പോൾ അതിൻ്റെ കൂടെ അടിക്കുകയും ചെയ്യും. ഇപ്പം വളരെ നാളെ തേച്ച് മിനുക്കി നല്ലതായിട്ട് റെഡിയാക്കി വെച്ചേക്കാണ് സഞ്ജുവിൻ്റെ ആ പ്രതിഭ എന്ന് പറയുന്നത്. അന്ന് അത് വന്നത് നമീബിയക്കെതിരെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് സുഖമില്ലാതെ, അഭിഷേക് ശർമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു. അതുകൊണ്ടാണ് സഞ്ജുവിന് ഒരു അവസരം കിട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം റിങ്കു സിംഗിൻ്റെ പിതാവ് മരിച്ചതോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് സിംബാബ്വേക്കെതിരെ ഉള്ള ടീമിൽ എടുത്തത്. പക്ഷേ ഇത് നോക്കിയപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഈ സൂപ്പർ 8 ഒരു കളിയിൽ കളിപ്പിച്ചില്ല. അതായത് അത് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കയുടെ കളി വന്നു, സഞ്ജുവിനെ കളിപ്പിച്ചില്ല. ഇന്ത്യ തോറ്റ് തുന്നം പാടി അതിനകത്ത്. അതാണ് ഓപ്പണിങ് വളരെ മോശമായിരുന്നു. അത് കഴിഞ്ഞ് വെസ്റ്റ് ഇൻഡീസിൻ്റെ കളി വന്നപ്പോഴാണ് സഞ്ജുവിനെ അങ്ങോട്ട് കയറ്റുന്നത്. അപ്പോൾ അതിന് മുമ്പ് സൂപ്പർ 8 വന്നപ്പോൾ സൂര്യകുമാർ യാദവിനടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പ്രസ് മീറ്റിൽ ചോദിച്ചു, സഞ്ജുവിനെ കളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏത് പൊസിഷനിൽ കളിപ്പിക്കും? ഒരു പുച്ഛച്ചിരിയോടുകൂടിയാണ് അയാൾ പറയുന്നത്. ഏത് പൊസിഷനിൽ കളിപ്പിക്കും? അഭിഷേക് ശർമ്മയ്ക്ക് പകരം കളിപ്പിക്കാൻ നോക്കൂ. അഭിഷേക് ശർമ്മ എന്താ കൊമ്പും തുമ്പിക്കൈയും ഉള്ളവനാണോ? തോറ്റ് തുന്നമ്പാടി കിടന്നതാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്തെല്ലാം. ഈ ഒരു കളിയിലാണ് ഇപ്പോൾ കയറി വന്നത്. നാളെ അബദ്ധം പറ്റി തന്നെയാണ് ഇന്നലെയും. അത് യഥാർത്ഥത്തിൽ സഞ്ജുവിൻ്റെ ബലത്തിലാണ് ആ പിടിച്ചു കയറുന്നത്, ഇന്നലെയും കയറിയതും. അപ്പോൾ ഏത് പൊസിഷനിൽ കളിപ്പിക്കും? അഭിഷേക് ശർമ്മയ്ക്ക് പകരം കളിപ്പിക്കാൻ നോക്കുമോ, അതോ തിലക് വർമ്മയ്ക്ക് പകരം കളിപ്പിക്കാൻ നോക്കുമോ എന്ന് പറഞ്ഞൊരു പുച്ഛച്ചിരിയോടുകൂടി. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയാം, അത് കേട്ടപ്പോൾ അയാൾക്കെതിരെ കളിപ്പിക്കാൻ പറ്റും, ഈ സൂര്യകുമാറിനെതിരെ കളിപ്പിക്കാൻ പറ്റും. സൂര്യകുമാർ യാദവ് എന്ന് പറയുന്നത് അയാൾ സ്കോർ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുള്ളതാണ്, ഇതെല്ലാവരും കാണുന്നതല്ലേ ഇതൊക്കെ. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഒരാളെ ആക്ഷേപിച്ച് വെളിയിലിരുത്തുന്നത്. എന്തായാലും സഞ്ജു തൂത്തുവാരി. ഇനി സഞ്ജുവിനെ ഉണ്ടല്ലോ മുമ്പിൻ നോക്കേണ്ട കാര്യമില്ല. സഞ്ജുവിനടുത്ത് ഇന്നലെ ചോദിച്ചപ്പോൾ
സഞ്ജു പറഞ്ഞത്, അതായത് പ്ലെയർ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആണ്. സത്യത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചും കിട്ടേണ്ടത് സഞ്ജുവിനാണ്. പക്ഷേ ബുംറ ഇത്രയും നന്നായിട്ട് കളിച്ചപ്പോൾ ബുംറയ്ക്കും കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. സഞ്ജുവിന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടുന്നുണ്ട്. കാരണം ആ ലിസ്റ്റിൽ, ICCയുടെ ലിസ്റ്റിൽ വന്ന ഒരേ ഒരു താരം, ഇന്ത്യൻ താരം എന്ന് പറയുന്നത് സഞ്ജു മാത്രമാണ്. അപ്പോൾ ഇന്നലെയും കൂടെ സഞ്ജു അടിച്ച് കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നൊന്നുകൂടെ ആലോചിക്കാനില്ല, കൊടുത്തു സഞ്ജുവിന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്. പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് ബുംറയ്ക്കും കൊടുത്തു. ബുംറ അതേപോലെ വലിയ ലോകോത്തര ബൗളറാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും, അതായത് എത്ര നാൾ തള്ളിക്കളഞ്ഞാലും അയാൾക്ക് ഒരു ദിവസം വരും. സൈഡ് ബെഞ്ചിലിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു കളിക്കാരൻ, അയാളുടെ പ്രതിഭ തെളിയിക്കാൻ അയാൾക്കൊരു അവസരം കിട്ടിയപ്പോൾ അയാളത് തെളിയിച്ചു. അത് ഒരു വലിയ കാര്യമാണ്. വലിയ കളിക്കാരനാണ്. ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ വളരെ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ചെറിയ കാര്യമൊന്നുമല്ല. അതായത് ക്രിക്കറ്റ് എന്ന് പറയുന്നപ്പോൾ ആളുകളുടെ ഒരു വലിയ വികാരമാണ്. അപ്പോൾ അതിനെ മാറ്റി മറിക്കാനാണ്. നമ്മൾ തോന്നും ഈ കുട്ടിക്ക് പോലും കളിക്കുന്നവരുള്ള കാര്യത്തിനെന്തോ വേറെ വല്ലതും ഒക്കെ വേണ്ടേ, ഇത് വേണ്ടേ, അത് വേണ്ടേ എന്നൊക്കെ തോന്നും. അതൊന്നുമല്ല കാര്യം. ഒരു വലിയ ഗെയിമാണ്. ആ ഗെയിം എന്ന് പറയുന്നത് ഇന്ന് കോടികളുടെ ബിസിനസ്സുമാണ്. അതിൻ്റെ തലപ്പത്തേക്ക് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായിട്ട് മാറിയ സഞ്ജുവിനോട് ചോദിച്ചപ്പോൾ സഞ്ജു പറഞ്ഞ എന്തെന്നറിയാം, ഞാൻ ഓരോ ആളുകളുടെ നിന്നൊക്കെ, സീനിയേഴ്സിൻ്റെ നിന്നൊക്കെ ഉപദേശം തേടും. സച്ചിൻ എന്നിട്ട് പറഞ്ഞു, സച്ചിൻ ടെണ്ടുൽക്കർ സാറിനെ ഞാൻ നേരത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അദ്ദേഹം എന്നെ ഇന്നലെയും വിളിച്ചിരുന്നു, അതായത് ഈ കളിക്കുന്നതിൻ്റെ തലേന്നും വിളിച്ചിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ അതേപോലെ ശിരസാ വഹിച്ചുകൊണ്ടിരുന്നതാണ് സഞ്ജു. അതിൻ്റേതായ നേട്ടങ്ങളും സഞ്ജുവിനുണ്ടായി. ഏതായാലും സഞ്ജു ഇനിയും വളരട്ടെ.